അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഫത്ഹുൽ ഖയ്യൂം സബഖ് നമ്പർ 12, ബൈത്ത് നമ്പർ 26, 27, 28, 29, 30. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഹ്മദുല്ലാഹി റബ്ബൽ ആലമീൻ വ ഉസല്ലി വ ഉസല്ലിമു അലാ റഹ്മത്തിൽ ലിൽ ആലമീൻ വ അലാ ആലിഹി വ സ്വഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. وانشر لما تعلمه وعمل به فما لعاس فيض فضل ربه واهتم ما يقلل الفهو وما يزيد في النسيان أو يبدي أما وأكرم الأستاذ ذا الإرشاد وخير آباء لكل إشاد فاخدم له فالاقتباس رق وإن تكن كالتبر وهو الفيرق. അല്ലെങ്കിൽ രണ്ട് ഖിറാഅത്തുണ്ട്. واستافد وإن يكن بقالا وانظر إلى المقال لا من قالا. മുതഅല്ലിം പാലിക്കേണ്ട അദബുകളെ സംബന്ധിച്ചാണ് പറയുന്നത്. അള്ളാഹു നാഫിയായ ഇൽമു നൽകട്ടെ, ഓർമ്മശക്തി അള്ളാഹു നൽകട്ടെ, സ്വാലിഹീങ്ങൾ സജ്ജനങ്ങളിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. 26-ാമത്തെ ബൈത്ത്. വൻഷുർ അംറാണ്. വൻഷുർ നശറ ലറബ യദ്രിബു വസ്നാക്ക നസറ നസുർ വസ്നാക്ക ട്ടോ. വൻഷുർ നീ പ്രചരിപ്പിക്കുക. ലിമ ഒരു ഇൽമിനെ നീ പ്രചരിപ്പിക്കുക. ലിമ ലാമ് സായിദയാണ് ട്ടോ. അപ്പോൾ വൻഷുർ നീ പ്രചരിപ്പിക്കുക. ലിമ ഒരു ഇൽമിനെ നീ പ്രചരിപ്പിക്കുക. തഅലമുഹു ആ ഇൽമിനെ നീ അറിയും. അനക്കറിയണ അറിവൊക്കെ നീ പ്രചരിപ്പിക്കുക. വെറുതെ പ്രചരിപ്പിച്ചാൽ പോരാ. വഅമൽ ബിഹി ആ ഇൽമു കൊണ്ട് നീ അമൽ ചെയ്യുകയും വേണം. അപ്പോൾ ഒരു അറിവ് കിട്ടി അപ്പോൾ ഞാൻ ജീവിതത്തിൽ പകർത്തും, മറ്റുള്ളവർക്കത് എത്തിച്ചു കൊടുക്കും എന്നൊരു നിയ്യത്ത് എപ്പോഴും. ഒരറിവ് കിട്ടി അപ്പോൾ ഞാനത് ജീവിതത്തിൽ പകർത്തും. എനിക്കാണ് ഈ അറിവ്. അല്ലാതെ കിട്ടുമ്പോഴത്തേനത് പ്രസംഗിക്കാൻ പറ്റും. ഒരറിവ് കിട്ടുമ്പോഴത്തേന് ഇത് ഡയറിയിൽ എഴുതിയേക്കാം, പ്രസംഗിക്കാൻ പറ്റും. അങ്ങനെയല്ല. ഒന്നാമത്തെ നിയ്യത്തിൻ്റെ ജീവിതത്തിൽ പകർത്തണം. വൻഷുർ ലിമ തഅലമുഹു വഅമൽ ബിഹി ഒരറിവ് കിട്ടിയാൽ അത് ഞാൻ പഠിക്കുകയും ചെയ്യും, ജീവിതത്തിൽ പകർത്തുകയും ചെയ്യും. മനസ്സിലായാൽ അള്ളാഹു ഓർമ്മശക്തി നൽകട്ടെ, ജീവിതത്തിൽ പകർത്താൻ ഭാഗ്യം നൽകട്ടെ. ഫമാ ലി ആസിൻ കാരണം ദോഷിക്ക് ഇല്ല, പാപിക്ക് ഇല്ല. ഫൈലു ഒഴുകൽ ഇല്ല. ഫളിലി ഔദാര്യം ഒഴുകൽ ഇല്ല. റബ്ബിഹി അല്ലാഹുവിൻ്റെ ഇൽമ് എന്ന ഔദാര്യം ഒഴുകൽ ദോഷിക്കില്ല. ഒരു ബൈത്ത് കഴിഞ്ഞു. അപ്പോൾ പഠിച്ച വിജ്ഞാനം പ്രചരിപ്പിക്കുക, അതിനു മുമ്പ് അതനുസരിച്ച് ജീവിതത്തിൽ പകർത്തുക. കാരണം ദോഷികൾക്ക് അള്ളാഹുവിൻ്റെ ഇൽമ് ഔദാര്യമായി ലഭിക്കുകയില്ല. ഫൈൽ എന്ന് പറഞ്ഞാൽ ലഭിക്കുക, ഒലിക്കുക എന്നുള്ളൊരർത്ഥം. അപ്പോൾ നമ്മൾ ഇൽമ് പഠിക്കുക, ദർസ് നടത്തുക, ഗ്രന്ഥം രചിക്കുക, അതുപോലെ തന്നെ ജനങ്ങളെ പഠിപ്പിക്കാൻ പ്രേരിപ്പിക്കുക. ഇങ്ങനെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങളാണ് ഇൽമുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ പ്രചരിപ്പിക്കുക എന്നുള്ളൊരു അർത്ഥം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നാഫിയ ഇൽമു നൽകി അനുഗ്രഹിക്കട്ടെ. ഇനി 27-ാമത്തെ ബൈത്ത് എന്താണ്? വഹ്തിം വഹ്തം നീ അകന്നു നിൽക്കുക. വഹ്തം നീ അകന്നു നിൽക്കുക. മാ യുഖല്ലിലു അൽ ഫഹ്മ മാ ഒന്നിൽ നിന്ന് നീ അകന്നു നിൽക്കുക. യുഖല്ലിലു ആ ഒന്ന് അല്പമാക്കും. അൽ ഫഹ്മ ഇൽമ മനസ്സിലാക്കലിനെ കുറക്കുന്ന. ഖലീൽ എന്ന് പറഞ്ഞാൽ കുറക്കുന്ന. ഫഹ്മ് ഇൽമ മനസ്സിലാക്കലിനെ യുഖല്ലിലു കുറക്കുന്ന ഒന്നിൽ നിന്ന് നീ അകന്നു നിൽക്കുമോനെ. വമാ ഒന്നിൽ നിന്നും നീ അകന്നു നിൽക്കുക. യസീദു അത് വർദ്ധിപ്പിക്കും. ഫിന്നിസിയാനി മറവിയിൽ. യസീദു അത് വർദ്ധിപ്പിക്കും. ഫിന്നിസിയാനി മറവിയിൽ. ഔ അല്ലെങ്കിൽ യുബ്ദി അത് വെളിവാക്കും. അമാ അന്ധതയെ, കുരുടത്തരത്തെ അത് വെളിവാക്കും. അതിനൊക്കെ നീ വിട്ടു നിൽക്കുക. അപ്പോൾ ഇൽമു മനസ്സിലാക്കാനുള്ള കഴിവിനെ കുറക്കുകയും
മറവിയെ കൂടുതലാക്കുകയും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും മുത്തഅല്ലിമ് അകന്നു നിൽക്കണം എന്നാണ് ഈ വരിയിൽ ഓർമ്മപ്പെടുത്തിയത്. പിന്നെ അന്ധത എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹൃദയത്തിന്റെ അന്ധതയാണ്. ഹൃദയത്തിന്റെ മൂന്നാം കണ്ണ് തുറക്കുന്നതിനെ തടയുന്ന കാര്യങ്ങൾ അഥവാ ഉൾക്കാഴ്ച ഇല്ലാതെയാക്കുന്ന പ്രവൃത്തികളൊന്നും ചെയ്യാൻ പാടില്ല. അപ്പം നമ്മൾ ജർനൂജി ഇമാം റളിയല്ലാഹുവിന്റെ തഅലീമുൽ മുത്തഅല്ലിമിൽ മറവുണ്ടാക്കുന്ന ധാരാളം കാര്യങ്ങൾ പഠിച്ചു. തെറ്റ് ചെയ്യുക, ഭൗതിക കാര്യങ്ങൾ എപ്പോഴും ബന്ധപ്പെടുക, അതുപോലെ തന്നെ പച്ചക്കൊത്തമ്പാലി തിന്നുക, പുളിയുള്ള തൈര് പോലത്തെ പുളിയുള്ളത് കൂടുതൽ ഭക്ഷിക്കുക, ഖബറുമ എഴുതിയ പേരുകൾ വായിക്കുക, പേനിനെ ജീവനോടെ നിലത്തേക്കിടുക, അങ്ങനെ കുറേ ഓർമ്മശക്തി കുറക്കുന്ന കാര്യങ്ങൾ പഠിച്ചിരുന്നു. ഇത് നമ്മൾ ചെയ്യാൻ പാടില്ല, അതൊക്കെ ഒഴിവാക്കുക. അതിന് മുത്തഅല്ലിമ് വിട്ടു നിൽക്കണമെന്നാണ് 27ാമത്തെ ബൈത്തിൽ പറഞ്ഞത്. ഇനി ഇരുട്ട് എന്ന് പറഞ്ഞതും അന്ധത എന്ന് പറഞ്ഞതും ഖൽബിന്റെ ഇരുട്ടും ഖൽബിന്റെ അന്ധതയുമാണ്. കാരണം തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഹൃദയം മരവിച്ചു പോവും, കല്ലായി പോവും, ഇൽമ് കിട്ടൂല, ഇൽമെന്ന പ്രഭ കിട്ടുകയില്ല. ഇനി 28ാമത്തെ ബൈത്ത് വഅകിരിമിൽ ഉസ്താദൽ ഇർഷാദി വഖൈറ ആബാഇൻ ലികുല്ലി ഇഷാദി. വഅകിരിം, നീ ബഹുമാനിക്കുക, അൽ ഉസ്താദ, ഉസ്താദിനെ നീ ബഹുമാനിക്കുക. ഉസ്താദ് എന്നുള്ള വാക്ക് അറബി അല്ലാന്ന്. ഉസ്താദ് പുള്ളിയുള്ള സീനും പുള്ളിയുള്ള ദാലും ഒരു വാക്കിൽ, അറബി വാക്കിൽ ഒരുമിച്ച് കൂടില്ല എന്ന് പൊതുവെ അറബികളുടെ ഒരു നിയമമുണ്ട്. അപ്പോൾ അങ്ങനെ പുള്ളില്ലാത്ത സീനും പുള്ളിയുള്ള ദാലും ഒരു അറബി വാക്കിൽ വരൂലെന്ന്. അപ്പോൾ അത് പ്രകാരം ഇവിടെ വന്നില്ലേ, അപ്പോൾ അങ്ങനെ അറബി അല്ല എന്ന് പറയാറുണ്ട്. അപ്പോൾ അക്രിമിൽ ഉസ്താദ, ഉസ്താദിനെ നീ ബഹുമാനിക്കുക. ദൽ ഇർഷാദി, സന്മാർഗത്തിലുള്ള ഉസ്താദിനെ, സന്മാർഗം കാണിച്ചു തരുന്ന ഉസ്താദിനെ നീ ബഹുമാനിക്കുക. ഉസ്താദ്മാരത്ത് ഉടായിപ്പുണ്ടെങ്കിൽ പോലെ പരിഗണിക്കണ്ട. വഖൈറ ആബാഇൻ, പിതാക്കളിൽ നിന്ന് ഗുണവാന്മാരായ ആളാണ് ഉസ്താദ്. ആത്മാവിൻ്റെ റൂഹിയായ പിതാവാണ് ഉസ്താദ്. ജസദിയായ പിതാവാണ് പ്രിയപ്പെട്ട വാപ്പ. ഇൽമിയായ പിതാവാണ് ഉസ്താദ്. റൂഹിയായ പിതാവാണ് ഉസ്താദ്. ജസദിയായ പിതാവാണ് ഉപ്പ. മനസ്സിലായല്ലോ? അതാണ് ഇവിടെ പറഞ്ഞത്. വഖൈറ ആബാഇൻ, പിതാക്കളിൽ നിന്ന് ഗുണവാന്മാരായ ഉസ്താദ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസിൽ ഇങ്ങനെ ഉണ്ടല്ലോ, ഖൈറുൽ ആബാഇ മൻ അല്ലമക. കണ്ടോ ഇൽമ പഠിപ്പിച്ചു തരുന്നവരെ കുറിച്ച് ഉത്തമമായ പിതാവാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ. അതിനെവിടെയും പറഞ്ഞത് ഖൈറു ആബാഇൻ, ഖൈറു ആബാഇൻ, സന്മാർഗത്തിലേക്ക് നയിക്കുന്ന ആളായ ഉസ്താദിനെ സംബന്ധിച്ച് പറയാണ്. വ ഖൈറ ആബാഇൻ, പിതാക്കളിൽ നിന്ന് ഗുണവാനായ ഉസ്താദ്. പിന്നെന്താ ഉള്ളത്? ലികുല്ലി ഷാദിൻ, അതോടെ ബൈത്ത് പൂർത്തിയായില്ലേ. ലികുല്ലി ഷാദിൻ, എല്ലാ വിദ്യാർത്ഥിക്കും. വ ഖൈറ ആബാഇൻ, ഉസ്താദ് പിതാക്കളിൽ ഉത്തമനാണ്. ലികുല്ലി ഷാദിൻ, എല്ലാ മുതഅല്ലിമീങ്ങൾക്കും, എല്ലാ വിദ്യാർത്ഥിക്കും എന്നർത്ഥം. അള്ളാഹു പ്രിയ ഉപ്പയുടെ സ്ഥാനത്തുള്ള, നമ്മുടെ രക്ഷിതാക്കളുടെ സ്ഥാനത്തുള്ള അഭിവന്ദരായ ഗുരുക്കന്മാരെ, ബഹുമാനപ്പെട്ട ഉസ്താദുമാരുടെ പൊരുത്തം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൽമു ഉപകരിക്കണമെങ്കിൽ ഉസ്താദിനെ ബഹുമാനിക്കണം. അവിടുത്തെ ബഹുമാനം നമ്മൾ ഒരിക്കലും അനാദരിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, അന്ന ഖഫഫൽ ഉസ്താദ എന്നുകൊണ്ട് ദീർഘമായ ഹദീസ്. ഉസ്താദിനൊരാൾ നിസ്സാരമാക്കിയാൽ അള്ളാഹു 3 പരീക്ഷണങ്ങൾ കൊണ്ട് അവനെ പരീക്ഷിക്കുമെന്നാണ്. മനപ്പാടാക്കി അത് മറന്നുപോകും, അവൻ്റെ പെട്ടെന്നുള്ള സൂഉൽ ഖാത്തിമത്ത് അവനക്കെത്തും, അതുപോലെ തന്നെ അവന് ദരിദ്രനാവുമെന്നെല്ലാം കാണാം ഹദീസിൽ. അള്ളാഹു മാതാപിതാക്കൾ ഉസ്താദുമാരുടെ പൊരുത്തം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഈ 29ാമത്തെ ബൈത്ത് വഖ്ദിം വഖ്ദിം ലഹു ഫൽ ഇഖ്തിബാസു റിഖ്ഖൻ വഇൻ തകുൻ കത്തിബിരി വഹുവൽ വാരിഖു. വഖ്ദിം, നീ ഖിദ്മത്ത് ചെയ്യുക.
നീ സേവനം ചെയ്യുക, ലഹു ഉസ്താദിനിക്ക് നീ സേവനം ചെയ്യുക. ഫൽ ഇഖ്തിബാസു ഇൽമ് സമ്പാദിക്കുന്നവനാകുന്നത്. ഫൽ ഇഖ്തിബാസു ഇൽമ് സമ്പാദിക്കുന്നവനാകുന്നത്. ഇഖ്തിബാസ് എന്ന വാക്ക് മുഖത്തബിസിന്റെ മാനക്കാണ് കേട്ടോ. ഇൽമ് സമ്പാദിക്കുന്നവനാകുന്നത് റിക്കുൻ അടിമയാകുന്നു. അപ്പൊ ഉസ്താദിന്റെ ശിഷ്യൻ എന്ന് പറഞ്ഞാൽ ഉസ്താദ് ഒരു സയ്യിദിന്റെ സ്ഥാനത്തും മുതലാളിയുടെ സ്ഥാനത്തും മുതഅല്ലിം അബ്ദിന്റെ സ്ഥാനത്തുമാണ് ഇവിടെ. വഇൻ തക്കുൻ നീ ആണെങ്കിലും ശരി, കത്തിബിരി സ്വർണ്ണക്കട്ടി പോലെ മുതലാളിയാണ് ശിഷ്യനെങ്കിലും വഹുവ ഉസ്താദാകുന്നത് അൽ വരിഖു വെള്ളി പോലെ. ഉസ്താദ് ദരിദ്രനും ശിഷ്യൻ മുതലാളിയാണെങ്കിലും ഉസ്താദിനെ ബഹുമാനിക്കണം. അതാണ് ഇതിൻ്റെ അർത്ഥം. ഉസ്താദ് വെള്ളി, ശിഷ്യൻ സ്വർണം എന്ന് പറഞ്ഞാൽ ശിഷ്യൻ സാമ്പത്തികമായി ഉസ്താദിൻ്റെ മേലെയാണെങ്കിലും, ഉസ്താദിന് ബൈക്കും കൂടി ഇല്ല, ബസ്സിനാണ് വരുന്നത്. ശിഷ്യന് കാറുണ്ട്, ലോറിയുണ്ട്, ബസ്സുണ്ട്, സാമ്പത്തികമായി വളരെ ഉഷാറുണ്ട്. ഉസ്താദിനൊന്നുമില്ല, വാടക വീട്ടിലാണ് താമസിക്കുന്നത്, വണ്ടിയില്ല, ബൈക്കില്ല, ഒന്നുമില്ല, പാവാണ്. അപ്പോൾ സാമ്പത്തികമായ ഉസ്താദ് വളരെ ചെറുതും സാമ്പത്തികമായ ശിഷ്യൻ വളരെ വലുതുമാണെങ്കിലും, ശിഷ്യൻ സാമ്പത്തികമായ ഉസ്താദിനേക്കാൾ മേലെയാണെങ്കിലും, എങ്ങനെയാണെങ്കിലും ഉസ്താദിനെ ബഹുമാനിച്ചേ പറ്റൂ. ഉസ്താദിന്റെ മുമ്പിൽ ശിഷ്യൻ അടിമ പോലെയാണ് എന്നാ പറഞ്ഞത്. അലി റളിയല്ലാഹുവിനൊക്കെ ഇത് പച്ചക്ക് പറഞ്ഞിക്കണല്ലോ. അന അബ്ദു മൻ അല്ലമനി ഹറഫൻ വാഹിദൻ വ ഇൻഷാ ബാഅ വ ഇൻഷാ അഅതക വ ഇൻഷാ ഇസ്തറക എന്നൊക്കെ കാണാം. എനിക്കൊരാള് ഒരു ഉസ്താദ് അറിവ് ഒരക്ഷരം പഠിപ്പിച്ചു തന്നാൽ ഞാൻ അദ്ദേഹത്തിന്റെ അടിമയാണ്. അദ്ദേഹം ഉദ്ദേശിക്കുകയാണെങ്കിൽ എന്നെ വിൽക്കാൻ പറ്റും, എന്നെ സ്വതന്ത്രനാക്കാൻ പറ്റും എന്നെല്ലാം പറഞ്ഞത് അലി റളിയല്ലാഹു പറഞ്ഞ് കാണാൻ പറ്റുമല്ലോ. അപ്പോൾ ഉസ്താദിന്റെ ബഹുമാനം നമ്മൾ കാത്ത് സൂക്ഷിക്കണം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഒരു ബൈത്തും കൂടി എടുത്താൽ 30 ബൈത്തായി, നമുക്ക് അവസാനിപ്പിക്കാം. വസ്തഫിദ് നീ സമ്പാദിക്കുക. വ ഇൻ യകുൻ ഉസ്താദായാലും ശരി, ബക്കാലൻ പച്ചക്കറി കച്ചവടക്കാരനാണെങ്കിലും ശരി. ഗൾഫിലൊക്കെ പോയ എന്താ ജോലി? ഞാൻ ബക്കാലിയിലാണ് എന്ന് പറയും. ബക്കാല പച്ചക്കറി കച്ചവടക്കാരനാണ് ഉസ്താദ് എങ്കിലും ശരി, നീ അറിവ് പഠിക്കും. ഉസ്താദ് ഇത് കേണ്ട് വേറെന്തോ വർക്കിന് പോകുന്നുണ്ട്, അല്ലെങ്കിൽ വേറെന്തോ പിന്നെ വണ്ടി ബിസിനസ് ഉണ്ട്, സ്ഥലക്കച്ചവടം ഉണ്ട്, വേറെന്തൊക്കെ ഉസ്താദിന് ബിസിനസ് ഉണ്ട് എന്ന് കരുതി അയാൾ കൊള്ളാത്തവനല്ല. അയാൾ അറിവുണ്ടോ, സൂക്ഷ്മത ഉണ്ടോ, ഇസ്തിഖാമത്തുണ്ടോ നോക്കുക. അപ്പോൾ അവരൊക്കെ ആലിമ്യങ്ങൾ തന്നെ, വലിയ പണ്ഡിതന്മാരെന്നെ. വസ്തഫിദ് നീ സമ്പാദിക്കുക. ഫഇൻ യകുൻ ഉസ്താദായാലും ശരി, ബക്കാലൻ പച്ചക്കറി കച്ചവടക്കാരനാണെങ്കിലും ശരി, ആ ഉസ്താദിന്റെ അടുത്ത് നീ ഇൽമ് സമ്പാദിച്ചുകൊണ്ടേയിരിക്കുക. വന്ദുർ നീ നോക്കുകയും ചെയ്യുക. ഇലൽ മക്കാലി വാക്കുകളിലേക്ക്, ഉസ്താദ് പറഞ്ഞ കായിദകളിലേക്ക് നോക്കുക. ഇലൽ മക്കാലി വാക്കുകളിലേക്ക് നോക്കുക. ഉസ്താദ് പറഞ്ഞ പോയിന്റിലേക്കാണ് നോക്കേണ്ടത്, ആ സംസാരത്തിലേക്കാണ് നോക്കേണ്ടത്. ലാമൻ കാല പറഞ്ഞവനിലേക്ക് നോക്കണ്ട. മനസ്സിലായോ? അതാ 30ാമത്തെ ബൈത്ത്, വളരെ പ്രധാനപ്പെട്ട പോയിന്റ് അല്ലേ. എന്താണ് പറഞ്ഞത് എന്ന് നോക്കുക. പ്രത്യേകിച്ച് ലീഡർമാരൊക്കെ ദർസുകളിൽ, കോളേജുകളിലൊക്കെ ലീഡർമാർ നിസ്കരിച്ചിറങ്ങി എന്തെങ്കിലും ഇറങ്ങി ഒരു കാര്യം പറയുമ്പോൾ ഇജ്ജാരപ്പം എന്നോട് പറയാന് എന്നൊരു ചിന്ത നമുക്ക് വരാൻ പാടില്ല. നമ്മുടെ ഒരു കാര്യങ്ങൾ കൽപ്പിക്കുമ്പോൾ പറഞ്ഞതിൽ പോയിന്റ് ഉണ്ടോ നോക്കണം. ഉസ്താദ് അപ്പം ആരാത് പ്രസംഗിക്കാനും, നമ്മൾ പള്ളിക്കത്തെ സത്യഭാരപ്പം അത് പറയാൻ, മറ്റുള്ള ഗ്രൂപ്പിൽ ഇപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിൽ അത് പറയാൻ അഡ്മിനോ മൂപ്പരാരാ എന്ന് ചിന്തിക്കാതെ ഈ പറഞ്ഞ പോയിന്റ് അത് ഞാൻ ചിന്തിക്കേണ്ടതാണോ, അത് എന്നെ പറ്റിയാണോ, ആ പറഞ്ഞ വാക്കിൽ എന്തെങ്കിലും ഉൾക്കൊള്ളാനുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ ഈ വൈക്കിൻ്റെ വൈത്തെല്ലാവരും കാണാൻ ശരിക്കും പഠിക്കണം. ഇത് വന്ദുർ ഇലൽ മാ ഖാലില മൻ ഖാല, വന്ദുർ ഇലൽ മാ ഖാലില മൻ ഖാല. പറഞ്ഞ ആളിലേക്ക് നോക്കണ്ട, പറഞ്ഞ വാക്കിലേക്ക് നോക്കുക. എന്താണ് അദ്ദേഹം പറഞ്ഞ അറിയിപ്പ്, എന്താ അദ്ദേഹം പറഞ്ഞ പ്രസംഗത്തിന്റെ കണ്ടന്റ്, അതിലേക്കാണ് നമ്മൾ നോക്കേണ്ടത്. ആരാണ് പ്രസംഗിച്ചു നോക്കണ്ടാണ്. അള്ളാഹു നാഫിയായ ഇൽമ് നമുക്ക് നൽകട്ടെ, ഓർമ്മശക്തി നൽകട്ടെ. പ്രത്യേകിച്ച് വന്ന ഗുരുക്കന്മാരെ അർഹിക്കുന്ന പരിഗണനയോടെ പരിഗണിക്കാൻ അള്ളാഹു ഭാഗ്യം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ.
30 ബൈത്ത് പൂർത്തിയായി അല്ലേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.